കവിത ഓടിപ്പോയവരുടെ സുവിശേഷങ്ങൾ. രചന മൈഥിലി DS. ഞാനൊരു പെൺകുട്ടിയാണ്. ഇരുട്ട് കയറിയ ഒരു മുറിയിലിരിക്കുന്നു. കൂട്ടിനൊരു ഇരട്ടപെറ്റ കറുത്ത പൂച്ചയുണ്ട്. തറയിലെ മണ്ണിൽ പൊടിപിടിച്ച കത്തുകളും നിറം മങ്ങിയ പാത്രങ്ങളുമുണ്ട്. സാക്ഷയില്ലാത്തതാണ് എൻ്റെ മുറി. കരുവാൻ്റെ തല തെറിച്ചത് സാക്ഷ ചേർത്ത സമയത്തായിരുന്നു. എൻ്റെ ചങ്ങാതിയും ഒരു പെൺകുട്ടിയായിരുന്നു. അവളൊന്നു പെറ്റതായിരുന്നു. കുറ്റിപ്പുറത്തെ ട്രാക്കിലാണവൾ തലവെച്ചത്. അതിൻ്റെ മീതെ കൂടെയാണ് ഞാൻ മൂകാംബികയെ കാണാൻ പോയത്. റെയിലിലെ ചല്ലിക്കൂട്ടം എന്നെ തിരയുന്നു. എൻ്റെ ആൺസുഹൃത്ത് പാവമായിരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മെയിലയച്ചത് ഇന്നലെയായിരുന്നു. വെബ് ക്യാമറ തുറന്നു വയ്ക്കാനും അവൻ പറഞ്ഞു. എന്നിട്ടൊരു നാടകം അവൻ എനിക്ക് കാണിച്ചു തന്നു. കഴുത്തിലൊരു കുരുക്കിട്ട് പിടഞ്ഞുലഞ്ഞ് കുരുക്കിൽ കുരുങ്ങി അവൻ മറഞ്ഞു. മെയിലിൻ്റെ ഒടുവിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. മരണരൂപങ്ങൾ എൻ്റെ ഇരുട്ടുമുറിയിൽ നിറയെയുണ്ട്. വിപ്ലവസന്ധ്യയിൽ പൂക്കുന്ന മരങ്ങളുടെ ഇടയിലാണ് അയാൾ നിന്നിരുന്നത്. അയാളുടെ ഒരു കൈയിൽ വെടിയുണ്ടയേറ്റ ബുദ്ധൻ്റെ ശിരസും മറുകൈയിൽ വിൽക്കാനുള്ള വൃക്കയുമുണ്ടായിരുന്നു. ശിരസുടഞ്ഞ സന്ധ്യയിൽ അയാൾ വന്ധ്യംകരിക്കപ്പെട്ടു. അയാളും എൻ്റെ സുഹൃത്തായിരുന്നു. സുഹൃത്തുക്കളുടെ ഓടിപ്പോകൽ അവസാനിച്ചത് ഒരു കിതപ്പിലായിരുന്നു. കാറിൻ്റെ എഞ്ചിൻ അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു. അവരുടെ കയ്യിൽ വിഷം ചേർത്ത ഐസ്ക്രീം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓടിക്കൊണ്ടിരിക്കെ മരിക്കാൻ അവർ ഇഷ്ടപ്പെട്ടു. മരണമൊരു കുറിപ്പായി അവർ എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാളിപെറ്റ കണ്ണൻ്റെ കരളെടുത്താണ് കരുനാൾ നീക്കിയത്. കാളി എല്ലാ ദിവസവും രാത്രി നഗ്നയാകുന്ന ഭ്രാന്തിയാണ്. ദിവസവും കരളുമുളയ്ക്കുന്ന കണ്ണൻ്റെ കാലിലും ഇരുമ്പാണ്. ഇവരെൻ്റെ കൂട്ടുകാരായത് ഇടിമുന്നേ വന്ന മഴയത്താണ്. മതങ്ങൾ അവരുടെ കഴുത്തറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണനെ ചുംബിച്ചു. കാളിയെ തുണികൊണ്ട് മറച്ചു. എങ്കിലും കാളി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെങ്കിലും അമ്മയല്ലാതാകുന്നില്ലല്ലോ എന്ന സുവിശേഷം എൻ്റെ കറുത്ത മുറിയിൽ ഞാൻ എഴുതി വെച്ചു. എബ്രഹാമിൻ്റെ ഹൃദയത്തിൽ പനിനീർ പൂക്കളമുണ്ടായിരുന്നു. പിതാവിൻ്റെ ഹൃദയത്തിൽ മിഴിനീരിപ്പുണ്ടായിരുന്നു. ശിശുവിൻ്റെ ഹൃദയത്തിൽ ശാപങ്ങളുണ്ടായിരുന്നു. ആ ശിശുവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ നിനക്ക് വെള്ളമില്ല, എൻ്റെ നാട്ടിൽ നിനക്ക് വായുവില്ല, എൻ്റെ നാട്ടിൽ നിനക്ക് വെളിച്ചമില്ല, എൻ്റെ നാട്ടിൽ നിനക്ക് അമ്മയില്ല. പകരം മതമുണ്ട്, ജാതിയുണ്ട്. നിനക്ക് പ്രതീക്ഷിക്കാം ഒരു ബലാത്സംഗം, ഒരു കസ്റ്റഡി മരണം, ഒരു പീഡനപർവം, ഒരു ടിൻ മണ്ണെണ്ണയുടെ മണം. എന്തെന്നാൽ നീ പെൺകുട്ടിയാകുന്നു. തിരിച്ചടിക്കുന്നു നിങ്ങൾ എന്നെ, തിരിഞ്ഞു നിൽക്കുന്നു ഞാനെന്ന ഭ്രാന്തി. ഇരുട്ടുമുറി എൻ്റെ സത്രം, ഇരുട്ടിലെ ദൈവങ്ങൾ എൻ്റെ മിത്രം. സാക്ഷപ്പടിയിൽ തുരുമ്പിരിക്കുന്നു, തൂണിൻ തടിയിൽ ചിതലരിക്കുന്നു. ഞാനാരാ നിങ്ങളുടെ നേരിനെ നേരെയാക്കാൻ? ഞാനാരാ നിങ്ങളുടെ നേരിനെ നേരെയാക്കാൻ? ഒന്നുണ്ട് തീർച്ച, ഇരുട്ടിൻ്റെ ഉള്ളിലൊരു ഉറവ പൊട്ടുന്നുണ്ട്. അതിന് 1000 തലകളും 10,000 കൈകളുമുണ്ട്. അത് ഈ നാട്ടിലേക്കാണ് വരുന്നത്. അനന്തരം ഞാൻ ഉത്തരായനത്തിൻ്റെ പകുതിയിൽ ആഗ്നേയശിലയിലൊരു രൂപമായി കറുത്ത പൂച്ചയും ഇരട്ട കുട്ടികളും എൻ്റെ ശരീരത്തിലെ ഉറമ്പുകളെ തുടച്ചെടുക്കുകയാണ്.